കേരളത്തിൽ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നിട്ടില്ലല്ലോ. റിസൾട്ട് വന്നിട്ടില്ല എങ്കിലും UDF വലിയ ആത്മവിശ്വാസത്തിലാണ്. പൊതുവെ UDFന് അനുകൂലമായി ഉണ്ട് എന്നും തുടർഭരണമില്ല എന്നും ഒരു തോന്നൽ CPM അണികളിലും കാര്യമായിട്ടുണ്ട്. അവര് റിപ്പോർട്ടുകളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഒരു ഉറപ്പില്ല. മാത്രമല്ല 2021 ജനപിന്തുണ ഇപ്പോഴവർക്കില്ല എന്ന് അവർ തന്നെ പറയുന്ന റിപ്പോർട്ടുകളുണ്ട്. വലിയ തോതിൽ അവർക്കെതിരായ വികാരമുണ്ട്. ആ അർത്ഥത്തിൽ ഒരുപക്ഷെ ഭരണം നഷ്ടപ്പെട്ടേക്കാം എന്നും അവർ പറയുന്നുണ്ട്. ഏതായാലും UDFന് ഭരണം കിട്ടും എന്ന് തന്നെ കണക്കാക്കി നമ്മളാണല്ലോ കോൺഗ്രസിലെ ചർച്ച വരുന്നത്. CPM ആക്റ്റീവായിട്ട് ഇപ്പോൾ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. അത് നല്ല രസമുണ്ട്. CPM എന്തിനാണ് ആക്റ്റീവായിട്ട് ചർച്ചയിൽ പങ്കെടുക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. പിന്നെ അവരുടെ ഭരണം വരുമെങ്കിൽ പിന്നെ എന്തിനാണ്? എന്തായാലും പോട്ടെ. ഇനി UDF ജയിച്ചാലും UDFൽ ആകെ കുഴപ്പമാണ് എന്ന് വരുത്താനുള്ള സംഘടിതമായ ചില ശ്രമങ്ങൾ ഇല്ലേ എന്ന ചോദ്യവും ഉണ്ട്. ഈ 3 നേതാക്കന്മാരും ഇതുവരെ പോസിറ്റീവായി ഒന്നും പ്രതികരിച്ചിട്ടില്ല ഈ മുഖ്യമന്ത്രി ചർച്ചയെക്കുറിച്ച്. ഇപ്പൊ സതീശനാണ് പ്രതിപക്ഷ നേതാവ്, രമേശ് ചെന്നിത്തല മുൻ പ്രതിപക്ഷ നേതാവ്, KC വേണുഗോപാൽ ദേശീയ നേതാവ് എന്ന അർത്ഥത്തിൽ 3 പേരുകളാണല്ലോ കിടന്ന് കറങ്ങുന്നത്. ഞാൻ പറയുന്നത് ഇനിയും പേരുകൾ ഉണ്ടാവാം എന്നാണ്. K മുരളീധരനാവാം, തിരുവഞ്ചൂർ രാധാകൃഷ്ണനാവാം, ആരുടെ പേരും വേണി വരാം. എന്തായാലും അങ്ങനെയുള്ള പല പേരുകൾ ചർച്ച ചെയ്യുന്നതിൽ തെറ്റില്ല. കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടി ആയതുകൊണ്ട് എല്ലാ കോൺഗ്രസ്സുകാർക്കും അല്ലെങ്കിൽ UDFകാർക്കും എന്താ LDFകാർക്ക് വരെ പറയാം ഞങ്ങളുടെ മുഖ്യമന്ത്രി ആരാവണം എന്ന് വെറുതെ പറയാലോ. അതിനിപ്പോൾ കുഴപ്പമൊന്നുമില്ല. പിന്നെ കോൺഗ്രസിലെ ജനാധിപത്യം കൂടിയതുകൊണ്ട് എല്ലാ സൈബർ ഗാങ്ങുകളും അവരുടെ താല്പര്യമനുസരിച്ച് ഇത്തരത്തിൽ പല പേരുകൾ ഇങ്ങനെ ഇട്ടുക, അതിനുവേണ്ടി പ്രചരണം നടത്തുക. ചില ഉന്നത നേതാക്കന്മാർ തന്നെ രംഗത്ത് വന്ന് ചില കളികളൊക്കെ കളിക്കുന്നുണ്ട്. രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി PJ കുര്യൻ വന്നു, K സുധാകരൻ രംഗത്ത് വന്നു, വേറെ ചില ആളുകൾക്ക് വേണ്ടി KCക്ക് വേണ്ടി ചില ആളുകൾ വന്നു, അങ്കമാലി MLA വന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ നേതാക്കന്മാർ ഇങ്ങനെ പറയാമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പക്ഷെ കോൺഗ്രസ് ആയതുകൊണ്ട് എന്തും ആർക്കും പറയാം എന്നൊരു പ്രശ്നമുണ്ട്. ഏതായാലും ഇപ്പോൾ KPC നേതൃത്വം ഇടപെട്ടിട്ടുണ്ട്, ഹൈക്കമാൻഡ് ഇടപെട്ടിട്ടുണ്ട്, നേതാക്കന്മാരും വന്നിട്ടില്ല. എങ്കിലും അണിയറയിൽ പല ഒരുക്കങ്ങൾ നടക്കുന്നു എന്ന് തോന്നലുണ്ട്. കൂടുതൽ MLA വന്നാൽ അത് KCയുടെ ഭാഗമായിരിക്കും, അതുകൊണ്ട് KC വരും എന്ന് പറയുന്നവരുണ്ട്. രമേശ് ചെന്നിത്തല എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് പറയുന്നവരുണ്ട്. ഞാൻ വളരെ മുമ്പേ ഈ വിഷയത്തിൽ പറയുന്ന ഒരു നിലപാട്, റിസൾട്ടിനെ ആശ്രയിച്ചായിരിക്കും മുഖ്യമന്ത്രി വരിക എന്ന് പ്രതീക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. റിസൾട്ടിനെ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ പ്രധാനമായും കഷ്ടിച്ചാണ് UDF ഭരണത്തിൽ വരുന്നതെങ്കിൽ അത് യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ വലിയൊരു ഇഫക്റ്റ് ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരു 10 വർഷം ഭരിച്ച ഗവൺമെന്റിനെതിരെ ജനകീയ വികാരം വന്നു, അത് വന്നു. കഴിഞ്ഞ തവണ 21 തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ നേതാവായിരുന്ന ചെന്നിത്തല അദ്ദേഹത്തിന്റെ മുമ്പോട്ട് പോകാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയും സ്ഥാനം ഏറ്റെടുത്തില്ല, ചെന്നിത്തലയും പിന്നിലേക്ക് പോയി. അതുകൊണ്ടാണ് സതീശൻ വന്നത്. അപ്പോ നേരെ മറിച്ച് ഒരു 90 അതിലധികമോ സീറ്റ് ഇവർ പറയുന്ന പോലെ സെഞ്ചുറിയോ ഒക്കെ ഉണ്ടായാൽ ഒരു സംശയവും വേണ്ട, അതും സതീശന് കിട്ടുന്ന നറുക്കായിരിക്കും. കുറഞ്ഞ സീറ്റാണെങ്കിൽ കുറച്ചുകൂടി മാനിപ്പുലേഷൻ വേണം, കുറച്ചുകൂടി തന്ത്രപരമായ ഇടപെടൽ വേണം എന്നൊക്കെ നമുക്ക് പറയാം. ഹൈക്കമാൻഡ് ഇടപെടാം, വേറെ ആരെങ്കിലും ഇടപെടാം, ഘടകകക്ഷികളെ കൂടെ കൊണ്ടുപോകണമെന്ന് പറയാം, കോൺഗ്രസിനകത്ത് ഐക്യം നിലനിർത്തണമെന്ന് പറയാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് രമേശ് ചെന്നിത്തലയോ ഇനി ഒരു കാൻഡിഡേറ്റ് ആയിട്ട് KC വേണുഗോപാലോ, KCയോട് എനിക്കൊരു വിരോധം ഉണ്ടായിട്ടല്ല. KC വേണുഗോപാൽ വരുന്നതിന് ഞാനിപ്പോൾ എതിർക്കുന്നതിന് കൃത്യമായ ഒരു കാരണമുണ്ട്. കാരണം 2 ഉപതെരഞ്ഞെടുപ്പുകൾ കേരളത്തിൽ നടത്തേണ്ടി വരുന്നുള്ളതാണ്. കോടിക്കണക്കിന് രൂപ സ്ഥാനാർത്ഥികളുടെയും ജനങ്ങളുടെയും സർക്കാരിന്റെയും ചെലവാക്കി 2 ഉപതെരഞ്ഞെടുപ്പുകൾ വേണമായിരുന്നുവെങ്കിൽ KCക്ക് ഏതെങ്കിലും സീറ്റിൽ ഇതിന് മുമ്പേ മത്സരിക്കാമായിരുന്നല്ലോ. എന്തുകൊണ്ടാണ് MP മത്സരിക്കേണ്ടെന്ന് ഹൈക്കമാൻഡ് തീരുമാനിച്ചത്? അപ്പൊ KC മത്സരിക്കാതിരുന്നുകൊണ്ട് KCക്ക് താല്പര്യമില്ല എന്ന് പൊതുവെ നമുക്ക് കണക്കാക്കേണ്ടി വരും. ഇനി വേറെ എന്തെങ്കിലും സ്റ്റോപ്പ് ഗ്യാപ്പ് വരുമോ എന്നറിയില്ല. എന്തായാലും KCയെ ഞാൻ ഈ ചിത്രത്തിൽ പെടുത്തുന്നില്ല തൽക്കാലം. കാരണം KC യോഗ്യനല്ലാത്തതുകൊണ്ടല്ല, ഇപ്പൊ അത് അധാർമികമാവും KC വന്നാൽ എന്നുള്ളതുകൊണ്ടാണ്. ഇനി വലിയ തോതിലുള്ള ഒരു വിജയമാണ് UDFന് ഉണ്ടാവുന്നതെങ്കിൽ സ്വാഭാവികമായും ആ സ്ഥാനത്തേക്ക് സതീശന്റെ പേരല്ലാതെ മറ്റൊരു പേര് വരാൻ സാധ്യതയില്ല. കാരണം 2021 തകർന്നു കിടന്ന കോൺഗ്രസിനെ ഞാൻ കണക്കാക്കുന്നത് 1970, 67 തെരഞ്ഞെടുപ്പിൽ 9 സീറ്റാണ് കോൺഗ്രസിനുണ്ടായത്. 9 സീറ്റ് അവിഭക്ത കോൺഗ്രസിന്. ആ കോൺഗ്രസിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് ഒരു ഭരണകക്ഷിയായി, പ്രധാന കക്ഷിയായി 70 ആഭ്യന്തരമന്ത്രിയായി കരുണാകരൻ വരുന്ന തരത്തിലേക്ക് കോൺഗ്രസിനെ വളർത്തിയത് കരുണാകരനാണ്. അന്ന് യൂത്ത് കോൺഗ്രസ്സുകാർ വളരെ നന്നായി സഹായിച്ചിട്ടുണ്ട്. അവിടെ നിന്നാണ് കരുണാകരൻ ഗ്രൂപ്പും NND ഗ്രൂപ്പും ഒക്കെ ഉണ്ടാവുന്നത്. എന്നായാലും ഇവിടെ ഒരു പ്രശ്നമുള്ളത് എന്താ, അത്ര ശക്തമായ വികാരത്തിലേക്ക് കൊണ്ടുവന്ന അന്ന് കരുണാകരനാണോ എന്നുള്ള ചോദ്യത്തിന് ആർക്കും സംശയം ഉണ്ടായിരുന്നില്ല. പിന്നെ കരുണാകരൻ അല്ലാതെ വേറെ ആരും പറ്റില്ല. 77 കരുണാകരൻ പിന്നെ മാറേണ്ടി വന്നു. 29 ദിവസം കഴിഞ്ഞപ്പോൾ രാജൻ കേസും ആയി ബന്ധപ്പെട്ട് അത് വേറെ വിഷയം. പിന്നെ കോൺഗ്രസിൽ പിളർപ്പുണ്ടാവുന്നു, AI ഒക്കെ ഉണ്ടാവുന്നു. പക്ഷേ വലിയൊരു ഭൂരിപക്ഷത്തോടെ UDFന് ജയിക്കാൻ കഴിയുകയാണെങ്കിൽ അതിനൊരു പ്രധാന കാരണക്കാരൻ സതീശനാണ് എന്ന് തന്നെ പറയേണ്ടി വരും.
കാരണം കഴിഞ്ഞ 5 കൊല്ലമായി അദ്ദേഹം കേരളം മുഴുവൻ ഇത്തരത്തിൽ ഇവർ പറയുന്ന പോലെ ടി വിയിൽ മാത്രമല്ല, അദ്ദേഹം എല്ലാ സംവാദങ്ങളിലും ജനങ്ങളുമായും വരുന്നുണ്ട്. മാത്രമല്ല, യൂത്തിന്റെ വലിയൊരു പിന്തുണയില്ലെങ്കിൽ ഇത്രയും വലിയ റിസൾട്ട് കിട്ടില്ല. യൂത്തുമായി കേരളത്തിൽ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ഒരു നേതാവ്, രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ആളുകൾ നാഷണൽ ലെവലിൽ ചെയ്യുന്നുണ്ടെങ്കിൽ തുറന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ഒരു നേതാവ് സതീശൻ തന്നെയാണ് എന്നൊരു തർക്കമില്ല. പിന്നെ ഷാഫിയെ പോലെയുള്ള ആളുകളുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ സതീശന് വലിയ ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ സതീശനാണ് സാധ്യത. ഇനി കുറഞ്ഞ ഭൂരിപക്ഷമാണെങ്കിൽ അത് ചെന്നിത്തലയ്ക്ക് വരാനുള്ള സാധ്യതയുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ ലേഖനങ്ങൾ വരിക, ബുക്കുകൾ ഇറക്കുക, റീൽ ഇറക്കുക, ഇത്തരം തറ പരിപാടികളിലേക്കൊന്നും രാഷ്ട്രീയ നേതാക്കൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പോരുത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവരുടെയൊക്കെ ബയോഡാറ്റ നമ്മുടെ മുമ്പിലുണ്ട്, അത് ഹൈക്കമാൻഡിന്റെ മുമ്പിലുണ്ട്. രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളെക്കുറിച്ചും ഏതാണ്ട് നല്ല ധാരണയും ഉണ്ട്. അതുകൊണ്ട് ഹൈക്കമാൻഡാണ് തീരുമാനമെടുക്കുന്നതെങ്കിൽ, MLA-മാരുടെ എണ്ണം നോക്കി തീരുമാനമെടുക്കുന്നതെങ്കിൽ തീർച്ചയായും വരും. മുസ്ലിം ലീഗ് ഒരു ചാനലിൽ നല്ല ചർച്ച ചെയ്ത് മുസ്ലിം ലീഗ് ഇതിൽ ഇടപെടുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. മുസ്ലിം ലീഗ് പറഞ്ഞൊരു കാര്യം, കുഞ്ഞാലിക്കുട്ടി പറഞ്ഞൊരു കാര്യം വളരെ പ്രസക്തമാണ്. ജനവികാരം മാനിച്ചുകൊണ്ടല്ലാതെ നമുക്ക് മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ പറ്റില്ല. കോൺഗ്രസ് ആണ് തീരുമാനിക്കേണ്ടത്. ലീഗിനോട് ചോദിച്ചാൽ ലീഗ് നിങ്ങളുടെ അഭിപ്രായം പറയുന്ന പറഞ്ഞു. പിന്നെ കോൺഗ്രസിന്റെയാണ് മുഖ്യമന്ത്രി. ആ അർത്ഥത്തിൽ ആ വാക്കിനും വേറെ അർത്ഥത്തിലാണ് ഞാൻ അതിനെ കാണുന്നത്. അത് ജനവികാരം ആർക്കനുകൂലമായിരിക്കും? ഇന്ന് കേരളത്തിലെ ജനവികാരം ഒരു സംശയവും വേണ്ട, അത് സതീശന് അനുകൂലമായിട്ട് തന്നെയാണ് നിൽക്കുന്നത് UDF-ൽ എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഇനി ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് ശേഷം നമുക്ക് ഇത് വിലയിരുത്താൻ പറ്റും. അതിനിടയിലുള്ള ചർച്ചകൾക്കൊന്നും എന്തെങ്കിലും പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.